റമദാൻ FAQ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പണ്ഡിത ശ്രേഷ്ഠർ നൽകുന്ന മറുപടികളിലൂടെ. Brought to you by Rima Spices, Pulses, Masalas, Breakfast Items. In association with VIP Hair Color Shampoo, Milo Sagar Equipment Rental LLC, Rotographic Packing Industry LLC, Ideatech Elevators LLC and Excel Food Processing Industries. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റേഡിയോ കേരളം 1476 AM-ന്റെ പ്രിയ ശ്രോതാക്കൾക്കേവർക്കും ഇന്നത്തെ റമദാൻ FAQ-യിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ശ്രോതാക്കൾ മെസ്സേജുകളിലൂടെ ചോദിച്ച വിശ്വാസ സംബന്ധമായ ചോദ്യങ്ങൾക്ക് വിശദമായ മറുപടികളുമായി എത്തുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് UAE അബുദാബി KCF IC പ്രസിഡന്റും ICF നോളജ് സെക്രട്ടറിയും അതുപോലെ പ്രശസ്ത പണ്ഡിതനും പ്രഭാഷകനും കൂടിയായ ജനാബ് അബ്ദുൽ ഹമീദ് സാദി ഈശ്വരമംഗലം ഉസ്താദാണ്. അസ്സലാമു അലൈക്കും ഉസ്താദ്. നമ്മുടെ ഇന്നത്തെ റമദാൻ FAQ-യിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വഅലൈക്കും സലാം. എല്ലാ വർഷത്തെയും പോലെ തന്നെ അങ്ങയുടെ ശബ്ദം വീണ്ടും നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തുകയാണ് ഇന്നത്തെ റമദാൻ FAQ-യിലൂടെ. ഇന്ന് നമ്മൾ പരിഗണിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: നോമ്പ് നിർബന്ധമാക്കാൻ എത്ര നിബന്ധനകളുണ്ടെന്ന് ഒന്ന് വിശദമാക്കാമോ? ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ്. പരിശുദ്ധമായ റമദാനിലെ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. അത് തന്നെ നാം ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വിജ്ഞാനം നുകരുക, പരിശുദ്ധമായ ഇൽമ് പഠിക്കുക, ചോദ്യങ്ങൾ ചോദിച്ച് ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ നാം നിത്യേന ചെയ്യേണ്ട വിഷയങ്ങളിലുള്ള സംശയങ്ങൾ തീർക്കുക എന്നതാണ് ലക്ഷ്യം. ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന് നേതൃത്വം നൽകുന്ന റേഡിയോയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നതിനോടൊപ്പം ഇതിൽ സഹകരിക്കുന്ന മുഴുവൻ ശ്രോതാക്കളെയും പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഒന്നാമതായി ഇവിടെ ചോദിച്ചിട്ടുള്ള വിഷയം നോമ്പ് അത് നിർബന്ധമാകാൻ എത്ര നിബന്ധനകളുണ്ട് എന്നാണ്. ഇസ്ലാമിലെ ഓരോ വിഷയവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അന്ത്യം വരെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിച്ച് ജീവിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. എന്നാലും നിർബന്ധമായി താക്കീതായി ഓരോ വിഷയങ്ങളിൽ ചോദ്യം ചെയ്യലിന് വിധേയമാകുന്ന രീതിയിൽ അവനോട് ഇസ്ലാമിൻ്റെ ഏത് കാര്യങ്ങളും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യേകമായ ഒരു വയസ്സ് ആയതിനു ശേഷമാണ്. അതുമുതൽ വരാനിരിക്കുന്ന അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയം വരെ ചില ഘട്ടങ്ങളിൽ ചില വിഷയങ്ങളിൽ അവനിക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. ചില കാര്യങ്ങളിലൊക്കെ അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം അത് പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കുക എന്നുള്ളത് ബാധ്യസ്ഥനാണ്. അതിൽ നോമ്പ് നിർബന്ധമാകുന്നത് പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവും, ഈ 3 കാര്യങ്ങൾ ഒത്തിരിക്കണം. പ്രായപൂർത്തിയാകുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. അതോടൊപ്പം ബുദ്ധി ഉണ്ടാകണം. ബുദ്ധിക്ക് തകരാറ് ഉണ്ടാകുന്ന ഒരാൾ പ്രായപൂർത്തി എത്തിയാലും അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു കാര്യവും അയാളോട് നിർദ്ദേശിക്കപ്പെടുന്നില്ല. അപ്പോൾ പ്രായപൂർത്തിയാവുക, ബുദ്ധി ഉണ്ടാവുക, അതോടൊപ്പം കഴിവുണ്ടാകണം. നോമ്പനുഷ്ഠിക്കാൻ കഴിയണം. ഇത് ഇസ്ലാമിൻ്റെ മറ്റൊരു കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റാത്ത വിഷയങ്ങൾ ഉണ്ടാകാം. നിസ്കാരത്തിൽ കഴിവുണ്ടാവുക എന്നതില്ല. കഴിവുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടായാൽ അവൻ നിസ്കരിച്ചോളണം എന്നാണ്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടായാൽ മാത്രം പോരാ, കഴിവുണ്ടാകണം, നോക്കാൻ കഴിയണം. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങളും മറ്റു വികാരങ്ങളൊക്കെ ഒഴിവാക്കി മാറ്റി നിർത്താൻ കഴിയണം. അതിനുള്ള അസൗകര്യം വരുന്നവരുണ്ട്. പ്രായാധിക്യത്താൽ നോമ്പനുഷ്ഠിക്കാൻ കഴിയില്ല. രോഗം കാരണം നിത്യേന മരുന്ന് പല പ്രാവശ്യങ്ങളിലായി മരുന്ന് കഴിക്കേണ്ട ആളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അതും പറ്റില്ല. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അയാൾക്ക് വേറെ മാർഗമാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നോമ്പ് നിർബന്ധമാകാനുള്ള നിബന്ധന പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവും ഉണ്ടാവുക എന്നുള്ളതാണെന്ന് ചുരുക്കി മനസ്സിലാക്കുക. നന്ദി ഉസ്താദ്, വളരെ വ്യക്തമാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഫിദിയ എന്നാൽ എന്താണെന്ന് ഒന്ന് വ്യക്തമാക്കാമോ? അതെ, ഫിദിയ എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്യം എന്ന് നമുക്കത് മലയാളത്തിൽ പറയാമെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇസ്ലാമിൽ നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യം പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള ആള് അത് ചെയ്യേണ്ട സംഗതി ചെയ്യാതെ വന്നാൽ, അതല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് ഇബാദത്തിൽ അയാൾ ചെയ്തു പോയാൽ അതിന് പരിഹരിക്കപ്പെടേണ്ട മാർഗത്തിനാണ് അത് സാമ്പത്തികമായി അല്ലെങ്കിൽ ഭക്ഷണങ്ങളായി അല്ലെങ്കിൽ മറ്റു ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അതിന് പകരം ചെയ്യുക എന്നതാണ് ഫിദിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോമ്പാകുന്ന സമയത്ത് നോമ്പ് നോക്കേണ്ട ഒരാൾ അയാൾക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ട്, കഴിവില്ലാതെ വന്നു. അപ്പോൾ നേരത്തെ ഒരു ചോദ്യത്തിലുണ്ടായിരുന്നു, കഴിവില്ലാത്ത സാഹചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായാധിക്യത്താൽ അല്ലെങ്കിൽ രോഗം കാരണങ്ങളാണ്.
അങ്ങനെ ചെയ്യേണ്ട ഒരു വിഷയം അയാൾ ഒഴിവാക്കിയപ്പോൾ അയാൾ അതിന് പ്രായശ്ചിത്യം കൊടുക്കണം, പകരം പരിഹരിക്കണം. അതെന്താണ്? അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മുദ്ദ് അരി ഭക്ഷണം, അത് നാട്ടിൽ കഴിക്കുന്ന ഭക്ഷണം, ഒരു മുദ്ദ് എന്ന് പറയുമ്പോൾ ഏകദേശം കിലോ കണക്ക് പ്രകാരം 700 ഗ്രാം, ലിറ്റർ കണക്കാകുമ്പോൾ 800 മില്ലി ലിറ്റർ ആയിട്ടാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ അക്കാര്യങ്ങളൊന്ന് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കൂടുതലായി തന്നെ ഫിത്ർ സക്കാത്തിൻ്റെ ഒക്കെ അരി കൊടുക്കണം. അരി കൊടുക്കുന്ന സമയത്ത് 3 കിലോ ആയിട്ട് തന്നെ ഇവിടെ അതിൻ്റെ അളന്ന് കൊടുക്കാറാണ് പതിവ്. 3 കിലോ കുറഞ്ഞേക്കണ്ട എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാധുക്കളായ ബന്ധപ്പെട്ടവർക്ക് വിതരണം ചെയ്താൽ ഇയാളുടെ ഈ നോമ്പനിക്ക് പകരമാകും. അങ്ങനെ വിഷയത്തെ പരിഹരിക്കുന്നതിനാണ് ഫിദിയ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ശരി, വ്യക്തമാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? അതിന്റെ ഒരു ചെറിയ വിശദീകരണം കൂടി നൽകാമോ? പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ ആരാണെന്ന് ചോദിക്കുന്നത് കൂടുതൽ ഏറ്റവും പേര് ആരതാണ് എന്നായിരിക്കും ചോദ്യമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെതാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം ബനു ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകരാണ്, പ്രവാചകരിൽപ്പെട്ട ആളാണ്. ഉലുൽ അസ്മുകൾ എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭരായ 5 മുർസലുകളുണ്ട്, പ്രവാചകന്മാരുണ്ട്. ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാൽ ഏറ്റവും VVIP എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ പറയാം. ഏറ്റവും പ്രഗത്ഭരായ 5 പ്രവാചകന്മാർ. ആ 5ലും ഏറ്റവും പ്രധാനപ്പെട്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ 5ൽ ഒരാളാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. ബനൂ ഇസ്രായേലിലെ വളരെ ത്യാഗോജ്ജലമായ പ്രവർത്തനം, ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനും ഞാനാണ്, ലോകത്തിന്റെ സൃഷ്ടാവ് ഞാനാണെന്ന് പോലും വാദിച്ച ഒരാളായിരുന്നല്ലോ ഫിർഔൻ. ഫിർഔനിനോട് നേരിടേണ്ട വന്നത് അത് മൂസാ നബി അലൈഹി ഇസ്ലാമിനിക്കാണ്. നീണ്ട ചരിത്രം വിവിധ ഭാഗങ്ങളിലായി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഫിർഔനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ബനൂ ഇസ്രായേലി സമൂഹത്തിൽ ആ പ്രവർത്തന പ്രചരണ രംഗത്ത് വളരെയേറെ ത്യാഗം ചെയ്തിട്ടുള്ള വലിയ മഹാനാണ്, പ്രവാചകനാണ് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം. വിവിധ സ്ഥലങ്ങളിലായ കഥകൾ ഖുർആൻ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. 25 പ്രാവശ്യം ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ശരി ഉസ്താദ്. അപ്പോൾ മറ്റൊരു ചോദ്യം ഇതാണ്: കുട്ടികളെ നമ്മൾ എപ്പോൾ മുതൽ നോമ്പ് ശീലിപ്പിക്കണം എന്നുള്ളതാണ്. കുട്ടികൾക്ക് എപ്പോഴാണ് നോമ്പ് ശീലിപ്പിക്കേണ്ടത്? കുട്ടികൾക്ക് നോമ്പും അതുപോലെ തന്നെ നിസ്കാരവും മറ്റു ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ശീലിപ്പിക്കേണ്ടത് വളരെ കുട്ടിക്കാലത്ത് തന്നെ ശീലിപ്പിക്കണം. നാം പലപ്പോഴും അറിഞ്ഞതും കേട്ടതും പഠിച്ചതുമാണ് 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നിസ്കാരം മാത്രമല്ല, ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും. ഒരു കുട്ടി കളവ് പറയാൻ പാടില്ല, സത്യമേ പറയാവൂ. വലിയവരെ കണ്ടാൽ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ റെസ്പെക്റ്റ് കൊടുക്കണം, ഭക്ഷണം കഴിക്കേണ്ടത് ഇങ്ങനെയാണ്, വെള്ളം കുടിക്കേണ്ടത് ഇങ്ങനെയാണ് തുടങ്ങി ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ആ കുട്ടിക്ക് 7 വയസ്സാകുമ്പോൾ തന്നെ ശീലിപ്പിക്കണം. 10 വയസ്സായിട്ടും അക്കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ 10 വയസ്സിന് ശേഷം മാതാപിതാക്കൾ ആവശ്യമാണെങ്കിൽ അടിച്ചിട്ട് പരിഹരിക്കപ്പെടുന്ന വിഷയമാണെങ്കിൽ അങ്ങനെ ആ നിലയിലെങ്കിലും ശീലിപ്പിച്ച് പ്രായപൂർത്തിയെത്തുന്ന പരിധിയിലെത്തുമ്പോഴേക്കും പരിപൂർണമായും അത് നിർവഹിക്കാൻ സ്വന്തമായി മുമ്പോട്ട് വരുന്ന രീതിയിലേക്ക് ആ കുട്ടികളൊക്കെ മാറ്റിയെടുക്കണം. അപ്പോൾ 7 വയസ്സാകുമ്പോഴേക്കും നോമ്പനുഷ്ഠിക്കാനും നിസ്കരിക്കാനുമുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കണം, അത് ശീലിപ്പിക്കണം. നന്ദി ഉസ്താദ്, വളരെ വ്യക്തമാണ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഇഅ്തികാഫ് എന്നാൽ എന്താണ്? അതിൻ്റെ ശരിയായ രീതി എങ്ങനെയാണെന്ന് ഒന്ന് വിവരിക്കാമോ? ഇഅ്തികാഫ് എന്നാൽ എന്താണെന്നാണ് ചോദ്യം. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ഭജനമിരിക്കുക എന്നോ അല്ലെങ്കിൽ ചടഞ്ഞിരിക്കുക എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പള്ളിയായി വഖഫ് ചെയ്യപ്പെടുന്ന സ്ഥലത്ത്, പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലായതിൻ്റെ മിൽക്ക് അല്ലാഹു തആലാക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആ പള്ളിയുടെ പ്രാധാന്യം സാധാരണ ഒരു ബിൽഡിങ്ങിൽ നിന്നും വ്യത്യസ്തമായി വലിയ പവർ അതോടുകൂടി ആ പള്ളിക്ക് വന്നു. വഖഫ് ചെയ്യപ്പെട്ട പള്ളികളിൽ അവിടെ കയറുമ്പോൾ തന്നെ വലിയ ആദാബുകൾ പാലിക്കേണ്ടതുണ്ട്. അവിടെ ഇഅ്തികാഫിന് ഞാനിവിടെ ഇഅ്തികാഫ് ഇരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ തന്നെ, മനസ്സിൽ കരുതിയാൽ തന്നെ സ്പെഷ്യലായി അദ്ദേഹത്തിനക്ക് അല്ലാഹു തആല ധാരാളം പ്രതിഫലം നൽകും. ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ അവിടെ ഇരുന്നു കൊള്ളുന്നില്ല.
പള്ളിയിൽ കയറി നടന്നാലും ഇരുന്നാലും കിടന്നാലും ഒക്കെ പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പോൾ ആ പ്രതിഫലം ലഭ്യമാകാൻ ആവശ്യമായിട്ടുള്ളത് പ്രധാനമായും ഈ നിയ്യത്ത് കരുത്ത് ഉണ്ടാകണം. അല്ലാതെ പള്ളിയിൽ പോയി വന്നു എന്ന കാരണത്താൽ ഇത്തിക്കാഫിന്റെ പ്രതിഫലം ലഭ്യമല്ല. അപ്പൊ നിയ്യത്ത് കരുത്ത് എന്നുള്ളത്, ഞാൻ ഇത്തിക്കാഫിരിക്കുന്നു ഈ പള്ളിയിൽ എന്ന് കരുതുക എന്നുള്ളത് നിർബന്ധമായും അയാളെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ, കരുതിയാൽ മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. നന്ദി ഉസ്താദ്. വളരെ ലളിതവും വളരെ വിശദമായും തന്നെയാണ് അങ്ങ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയത്. നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അത് മനസ്സിലായി കാണുമെന്നും വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്കായി ഈ അറിവ് പകർന്ന അങ്ങയുടെ സമയത്തിന് നന്ദി. ഒപ്പം അങ്ങ് പകർന്നു തന്ന ഈ അറിവുകൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. അങ്ങയ്ക്ക് നാഥന്റെ എല്ലാ രക്ഷയും കരുണയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഇന്നത്തെ FAQ ഇവിടെ പൂർണ്ണമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. റംദാൻ FAQ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പണ്ഡിത ശ്രേഷ്ഠർ നൽകുന്ന മറുപടികളിലൂടെ. brought to you by Rima Spices, Pulses, Masalas, Breakfast Items. In association with VIP Hair Color Shampoo, Milo Sagar Equipment Rental LLC, Rotographic Packing Industry LLC, Ideatech Elevators LLC and Excel Food Processing Industries.